ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും വാക്ക് ബ്രഹ്മം. ബൃഹത്തായിട്ടുള്ളത്, എല്ലായിടത്തും ഒരുപോലെ വ്യാപരിച്ചു നിൽക്കുന്ന വസ്തു. നമുക്ക് എല്ലായിടത്തും വ്യാപരിച്ചു നിൽക്കുന്ന ഒരു വസ്തു അറിയാം, ആകാശം. ഈ ആകാശത്തിന് അപ്പുറം അതിസൂക്ഷ്മമായിട്ട് വ്യാപരിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരമസത്യമാണ് ബ്രഹ്മം. എല്ലാവരിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന പരമസത്യമാണ് ബ്രഹ്മം. അത് ഉള്ളതാണ്, ഉണ്ടായതല്ല. അതിന് നാശമില്ല, അത് എന്നും നിലനിൽക്കും. അതിന്റെ സ്വരൂപം സത്ത്, ചിത്ത്, ആനന്ദം, സച്ചിദാനന്ദം. 3 വാക്കാണെങ്കിലും ഒന്ന് തന്നെയാണ്. നമ്മുടെ തത്വശാസ്ത്രങ്ങളിൽ, ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന ബോധത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മമാണ് ആ പരമബോധം. ബ്രഹ്മത്തിന് വേറൊരു വാക്കാണ് ബോധം. കാരണം ബ്രഹ്മമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ബ്രഹ്മമുണ്ടെങ്കിൽ പ്രപഞ്ചമുണ്ട്, ബ്രഹ്മമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. നേരത്തെ കാണിച്ച ഉദാഹരണം തന്നെ, സ്വർണമുണ്ടെങ്കിൽ ആഭരണങ്ങളുണ്ട്, മണ്ണുണ്ടെങ്കിൽ കുടവും ചട്ടിയും പാത്രങ്ങളൊക്കെ ഉണ്ട്. മണ്ണില്ലെങ്കിൽ ഇതൊന്നുമില്ല. സ്വർണമുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ട്, സ്വർണമില്ലെങ്കിൽ ഇതൊന്നുമില്ല. അതേമാതിരി ആ പരമസത്യമായ ബ്രഹ്മമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചമുണ്ട്. അതില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പക്ഷെ പ്രപഞ്ചമില്ലെങ്കിലും ബ്രഹ്മമുണ്ട്. അപ്പോൾ ആഭരണങ്ങളൊന്നുമില്ലെങ്കിലും, ഒരു ആഭരണമില്ല വിചാരിക്കുക, എന്നാലും സ്വർണ്ണമുണ്ട്. അതേമാതിരി പാത്രങ്ങളൊന്നുമില്ലെങ്കിലും മണ്ണുണ്ട്. പക്ഷെ മണ്ണില്ലെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല, സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാവാൻ പറ്റില്ല. അതേമാതിരി ഈ പരമസത്യമായ ബ്രഹ്മമില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ അദ്ദേഹത്തെ നമിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മഹത്തായ വാക്യത്തിലേക്ക് ഒന്ന് പോവാം നമുക്ക്. ബ്രഹ്മം സത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ബ്രഹ്മമാണ് സത്യം, ജഗത് മിഥ്യയാണ്. ബ്രഹ്മം സത്യമാണ്, ജഗത്ത് മിഥ്യയാണ്, ഇല്ലാത്തതാണ്, മാറിക്കൊണ്ടിരിക്കുക. എന്താ പറഞ്ഞാലും ഇല്ലാത്ത തന്നെയാണ് പറയാം. എങ്ങനെ? ജീവോ ബ്രഹ്മ ഇവന. ഈ ജീവനായിട്ട് നിൽക്കുന്നത്, കാണുന്നത് ബ്രഹ്മമാണ്. നമ്മളൊക്കെ ഇപ്പൊ കാണുന്നത് ഈ ശരീരമൊക്കെ ഉണ്ടെങ്കിലും ഈ ബ്രഹ്മ സത്യം നമ്മളില്ലായിരുന്നെങ്കിൽ നമ്മളില്ല. വളയും മോതിരയും ചങ്ങലയും ഒക്കെ ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നത് സ്വർണ്ണമുള്ളതുകൊണ്ടാണ്. ആ സ്വർണത്തിന്റെ അംശം ഇന്ന് എടുത്തു മാറ്റിയാൽ പിന്നെന്ത് വള, എന്ത് മോതിരം? ഇതുമാതിരി തന്നെ നമ്മളിൽ നിന്ന് ഈ ബ്രഹ്മാംശം, ബ്രഹ്മമില്ലെങ്കിൽ നമ്മളില്ല. വളരെ ലളിതമായിട്ടാണ് നമ്മളിതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മമാണ് സത്യമായിട്ട് നിൽക്കുന്നത്. നമ്മളിപ്പോ ശരീരം, മനസ്സ്, ബുദ്ധിയാണ്. നമ്മൾ സത്യമാണോ? നമുക്ക് സ്വയം ചോദിക്കാം, നമ്മൾ സത്യമാണോ? അല്ല. എന്നാൽ ആ ബ്രഹ്മം നമ്മളിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ സത്യമായിട്ട് തോന്നുന്നു. സത്യം എന്ന് പറഞ്ഞാൽ, സത്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളതിനെയാണ് സത്ത് എന്ന് പറയാം. നമ്മളെപ്പോഴും ഉണ്ടോ? ഒരു പ്രാണിയും എപ്പോഴും ഇല്ല. നമ്മളെപ്പോഴും ഉണ്ടോ? നമ്മളിപ്പോ മാക്സിമം ആരായാലും 100, 120 ഇത്രയല്ലേ ഉള്ളൂ. അത്രയ്ക്കൊന്നും എത്തില്ല. 60, 70, 80 അപ്പോഴേക്കും. അപ്പൊ ഇവിടെ നമ്മൾ സത്യമല്ല. ഇപ്പൊ നമ്മൾ ഈ സത്യമായി തോന്നുന്നത് എന്താ? ബ്രഹ്മം നമ്മളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത് സ്വർണം വളയിൽ ഉണ്ടായത് കൊണ്ടാണ് വള സത്യമാണെന്ന് തോന്നുന്നത്. അതിലുള്ള സ്വർണം പോയാൽ വള സത്യമല്ല. ഇതേ തത്വം തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾ സത്യമായി തോന്നുന്നത് ബ്രഹ്മമുള്ളത് കൊണ്ടാണ്. അപ്പൊ ബ്രഹ്മത്തെ പറ്റി ഇനിയും കൂടുതൽ നമുക്ക് പഠിക്കണം. കാരണം ബ്രഹ്മമില്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് പരമസത്യം. ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ട്രൂ. ഈ സത്യത്തിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് അടിസ്ഥാന ശാസ്ത്രവും ഭാരതത്തിന്റെ. പിന്നെ സ്പിരിച്വൽ വൺനെസ് ഇൻ ഓൾ എക്സിസ്റ്റൻസ്. എല്ലാ നിലനിൽപ്പേയും ഒരേ ഒരു വസ്തുവാണ്. എളുപ്പമാണ് അത് മനസ്സിലാക്കാൻ. എത്ര കോടി ആഭരണങ്ങൾ ഉണ്ടെങ്കിലും വസ്തു സ്വർണ്ണല്ലേ? എത്ര കോടി ആഭരണങ്ങൾ ഭൂതകാലത്തിൽ ഉണ്ടായി ഒരുക്കി കളഞ്ഞാലും അതിലും വസ്തു സ്വർണ്ണല്ലേ? എത്ര കോടി ആഭരണങ്ങൾ വർത്തമാനകാലത്തിലുള്ളതും വസ്തു സ്വർണ്ണമല്ലേ? ഇനി വരാൻ പോകുന്ന എത്രയോ കോടി ആയിക്കോട്ടെ, ആഭരണം വന്നാലും വസ്തു എന്താ? സ്വർണം. ഇതുമാതിരി തന്നെ നമ്മുടെ ഇത്ര കോടി ജീവജാലങ്ങൾ വന്നോട്ടെ, എത്ര കോടി മരിച്ചുപോയി. ഇവിടെയാണ് വേദാന്തം, ബ്രഹ്മമൊക്കെ. ഈ തുച്ഛമായ ജീവിതവും ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒന്നുമല്ല അത് പഠിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് എന്താ പറയുക, ബിയോണ്ട് വേർഡ്സ്. ആ അൾട്ടിമേറ്റ് ട്രൂത്താണ് പഠിപ്പിച്ചു തരുന്നത് നമുക്ക്. അത് പഠിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞ മാതിരി, അർജുന, നിന്റെ ഈ സാധാരണ ബുദ്ധി കൊണ്ടൊന്നും അറിയില്ല. പിന്നെ ഏത് ബുദ്ധി വേണം? അതിനാദ്യം നീ സാങ്ക്യബുദ്ധി കരസ്ഥമാക്കണം, പിന്നെ നീ യോഗ ബുദ്ധിയിലെത്തണം, പിന്നെ സത്യബുദ്ധി ഉണ്ടാവും. എളുപ്പമല്ല. ഈ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ബാക്കി ഇവിടെയുള്ള എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആവാം, കളക്ടറോ ഒക്കെ ആവാം. ബട്ട് ടു ഗോ ത്രൂ ദി സ്പിരിച്വൽ വേ you have to attain that intellect. സാങ്ക്യബുദ്ധി, യോഗബുദ്ധി,
സത്യബുദ്ധി. ഈ സത്യബുദ്ധിയിലൂടെ സത്യം സാക്ഷാത്കരിക്കാൻ പറ്റും. ഇതിന് ഗുരു വേണം. ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അജ്ഞാനം നീക്കുന്നവൻ. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം നീക്കിത്തരാൻ നമുക്കൊരു ഗുരു ഉണ്ടായേ തീരും. ഭാരതത്തിന്റെ സവിശേഷത അതാണ്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരു, അങ്ങനെ ഒരു ശ്ലോകമില്ലേ? ഗുരുവിനെ നമ്മൾ അത്ര ആരാധിക്കുന്നു. ഏത് ഗുരുവായാലും. ഇപ്പൊ നമുക്കൊരു സൈക്കിള് പഠിപ്പിച്ചു തരുന്ന അധികം ഗുരുവാണ് നമ്മൾ നമിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു സംസ്കൃതി. അപ്പോൾ നമ്മൾ ആരാണെന്ന് പഠിപ്പിച്ചു തരുന്ന, ജനന മരണങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ ഗുരുവിനെ നമ്മൾ എത്ര നമിക്കണം, അവരെ എത്ര തൊഴുകണം. ഇതറിഞ്ഞിട്ടാണ് അവർക്ക് ആ ഈശ്വര തുല്യം പദവി കൊടുക്കുന്നത്. ഞാൻ മരിക്കില്ല, ഞാൻ ആനന്ദ സ്വരൂപമാണ്, നിത്യമാണ്. ഈ ഒരു പരമസത്യം പഠിപ്പിച്ചു തരുന്ന ഗുരുവിനെ പിന്നെ ഈശ്വരനല്ലാതെ എങ്ങനെ കണക്കാക്കും? നമ്മൾ എന്തിനേയും കണക്കാക്കുന്ന ശരീരം ഉദ്ദേശിച്ചാണോ? ഒരു ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ ശരീരം കൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചോ? ദി നോളേജ് വിത്തിൻ ഹിം, ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അറിവ്. ഒരു കളക്ടറാണെങ്കിൽ അദ്ദേഹത്തിനുള്ള അറിവ്, ഒരു മാഷാണെങ്കിൽ അദ്ദേഹത്തിനുള്ള അറിവ്. ആരുടെ ഈ അറിവിനെ ആസ്പദമാക്കിയിട്ടാണ് ബഹുമാനിക്കുന്നത്. അപ്പൊ പരമഗുരുവായിട്ടുള്ളവരുടെ ഉള്ളിലുള്ള അറിവ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവാണ്. ആ അറിവാണ് നമുക്ക് പകർന്നു തരുന്നത് അദ്ദേഹം. അപ്പോൾ ഗുരുവിൻ മീതെ ഗുരുവാണ് അദ്ദേഹം. മൂന്ന് ത്രിമൂർത്തികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. ഈ മഹാഗുരുവിനെയാണ് ഭാരതം നമിച്ചുകൊണ്ടിരിക്കുന്നത്, ഭാരതീയർ നമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സംസ്കൃതി, ഇതാണ് നമ്മുടെ സംസ്കാരം. അല്ലാണ്ട് ആൾ ദൈവം ഒന്നും അല്ലാതെ. ഇന്നിപ്പോ പല ജ്ഞാനികളെയും യോഗികളെയൊക്കെ പുച്ഛിക്കുന്നുണ്ടല്ലോ പലരും. കാരണം അവർ ഇതിലൂടെ ഒന്നും പോയിട്ടില്ല. വേഷം കെട്ടിയിരിക്കുന്നവരുണ്ടാവും. ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ആളിൽ ദൈവമുണ്ട്, ശരിയാണ്, നമ്മളിൽ ദൈവമുണ്ട്. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. ഒരിക്കൽ സത്യസായി ബാബോട് കുറച്ച് പത്രപ്രവർത്തകരൊക്കെ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ദൈവമാണ്? ബാബ ഉടനെ പറഞ്ഞു, അതെ ഞാൻ ദൈവമാണ്. പക്ഷെ ഞാനത് അനുഭവിച്ചു. നിങ്ങളും ദൈവം തന്നെയാണ്, നിങ്ങളെല്ലാവരും ഈശ്വരൻ ദൈവം തന്നെയാണ്. പക്ഷെ നിങ്ങളത് അറിഞ്ഞിട്ടില്ല. ഇത്ര വ്യത്യാസം. ഇത് എളുപ്പമാണ്. നമുക്ക് നമ്മളെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ലൗകിക ജീവിതം വളരെ സത്യം എന്നും പറഞ്ഞ് ഇതിൽ കിട്ടുന്ന കൂത്താടുക. നമ്മൾ വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല വേദാന്തം. പക്ഷേ വീണ്ടും ആ ഉദാഹരണത്തിലേക്ക് പോകാം. ഒരു വള മനസ്സിലാക്കി ഞാൻ സ്വർണമാണെന്ന്, മറ്റേ വളകൾ അത് മനസ്സിലാക്കിയിട്ടില്ല. ആ വളകൾ താൻ വേറെ എന്തൊക്കെയാണോ എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഈ വള മനസ്സിലാക്കിയത് തെറ്റാണെന്ന് വാദിക്കുകയാണ്. അപ്പൊ ഈ വള അങ്ങോട്ട് പറയാം, ഞാൻ സ്വർണമാണ്, നിങ്ങളൊക്കെ സ്വർണം തന്നെയാണ്, മണ്ടന്മാരെയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാവരും ഒരേ ചൈതന്യം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നോക്കി നോക്കൂ, ഇത്രേ നമ്മൾ അറിയണ്ടോ? ഇവിടെ രണ്ട് വസ്തു അറിയണ്ടോ? ഒന്ന്, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി, ഇതാണ് പഞ്ചഭൂതങ്ങൾ. പിന്നെ ബ്രഹ്മം, പരമാത്മാവ്, അല്ലെങ്കിൽ വേറെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞ ശിവശക്തി, ശിവനും ശക്തിയും. ഇത്രേ അറിയാനുള്ളൂ, വേറെ കൂടുതലൊന്നും അറിയാനില്ല. ഇതാണ് പരമസത്യവും. ഇതാണ് ശാസ്ത്രീയത. ഇവിടെ ഈ സമൂഹത്തിൽ എന്തൊക്കെയോ ചില പദവി കിട്ടി, നമ്മൾ അവരെ കൊണ്ട് വല്ലാതെ ഉയർത്തി കാട്ടിക്കോട്ടെ വേണം താനും. പക്ഷെ ഏത് പിച്ചക്കാരൻ്റെ ആയാലും ഏത് ചക്രവർത്തിയുടെ ആയാലും ശരീരം എല്ലാവരുടെയും പഞ്ചഭൂതാത്മകമാണ്. ശങ്കരാചാര്യർക്ക് ആ പരമസത്യം മനസ്സിലാകുന്നവരെ, അല്ലെങ്കിൽ കുറച്ച് ജാതിയുടെ ഒരു ഭ്രാന്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കാശിയിൽ ചെന്നപ്പോൾ ഒരു താണജാതിക്കാരൻ നേരെ വന്നു. അപ്പൊ തന്നെ ശങ്കരാചാര്യർ പറഞ്ഞു, മാറി നിൽക്കുക. പക്ഷെ ഇദ്ദേഹം മഹാജ്ഞാനിയാണ്. അദ്ദേഹം ശങ്കരാചാര്യരോട് മറിച്ച് ചോദിക്കുക, ആര് മാറി നിൽക്കണം? എൻ്റെ ശരീരം പഞ്ചഭൂതാത്മകമാണ്, സകലരുടെയും ശരീരം പഞ്ചഭൂതാത്മകമാണ്, പിന്നെ ഒരു ചൈതന്യവും അങ്ങയുടെ അത് തന്നെ. അപ്പൊ ആരോട് മാറി നിൽക്കണം? ഉടനെ ശങ്കരാചാര്യർക്ക് സത്യം ബോധ്യപ്പെട്ടു. അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്, ഗുരുവായി സ്വീകരിച്ചു. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന എന്താണ്? ഇവിടെ രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാറുള്ളൂ. വേദാന്തത്തിലൂടെ പോകുമ്പോൾ ഈ വ്യവഹാരിക തലത്തിൽ പലതും പലതരത്തിലൊക്കെ പറയും, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ബ്രഹ്മം, പരമമായ അറിവ്, ദി അൾട്ടിമേറ്റ് ട്രൂ. അതുണ്ടെങ്കിലേ ഇതൊക്കെയുള്ളൂ. നമ്മുടെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നത് തന്നെ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്രയും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബ്രഹ്മത്തെ പറ്റിയുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.